നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിക്കവറി ഓഫ് ടാക്സിനെ പറ്റിയിട്ട് പറഞ്ഞായിരുന്നു. ഇനി അതിൻ്റെ മോഡ് ഓഫ് റിക്കവറി എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന അസസി എന്തെങ്കിലും കേസിൽ ഈ ടാക്സ് അടയ്ക്കാതെ ഇരിക്കുവാണെങ്കിൽ ഏതൊക്കെ രീതിയിലായിരിക്കും ടാക്സ് റിക്കവറി ഓഫീസറാണെങ്കിൽ ആ ടാക്സ് നേടിയെടുക്കുന്നത് എന്നുള്ളത് പറയുന്നതാണ്. ഇപ്പം റിക്കവറി ബൈ ദ റിക്കവറി ഓഫീസർ അസസി ഓഫീസർ സെക്ഷൻ 222 എന്ന് പറയുന്ന സെക്ഷനിലാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. അതെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും റിക്കവറി ഓഫീസർ റിക്കവറി ചെയ്യും. ഇപ്പം ചില കേസിൽ അസസി ടാക്സ് കൊടുത്തെന്ന് വരത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ റിക്കവറി ഓഫീസർ വന്നിട്ട് നമ്മുടെ അസസിയുടെ കയ്യിൽ നിന്ന് അയാൾ കൊടുക്കേണ്ട ടാക്സ്, ഇപ്പോൾ കഴിഞ്ഞ വർഷ കാലയളവിൽ എന്തെങ്കിലും ടാക്സ് കൊടുക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, അരിയേഴ്സ് ഓഫ് ടാക്സ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന റിക്കവറി ഓഫീസർ ആ ടാക്സ് അയാളുടെ കയ്യിൽ നിന്ന് റിക്കവറി ചെയ്ത് എടുക്കുന്നത്. ഇത് 3 രീതിയിലാണ് ഈ റിക്കവറി ഓഫീസർ ടാക്സ് റിക്കവറി ചെയ്ത് എടുക്കുന്നത്. If the assessee make a default in payment of tax, interest, penalty or any other sum payable under the act, then this amount may be recovered from him by the following modes. അപ്പോൾ ഫസ്റ്റ് മോഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അസസിയുടെ മൂവ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി എന്തെങ്കിലും, അതെന്ന് വെച്ചാൽ മൂവ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ കാറ് അല്ലെങ്കിൽ 2 വീലർ, അങ്ങനെ വീടോ വസ്തുവോ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് വിറ്റിട്ട് ആ പൈസ അയാൾ ടാക്സിലേക്ക് ഈ പറയുന്ന റിക്കവറി ഓഫീസർ എടുക്കുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന അസസിയെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ പിടിച്ചിടുന്നു. അല്ലെങ്കിൽ ഒരു റിസീവറിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതൊരു വക്കീലായിരിക്കും. അപ്പം അയാളെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ട് അസസിങ് ഓഫീസറിൻ്റെ വസ്തുവകകളെല്ലാം കണ്ടുകിട്ടും. ഇത് കണ്ടുകിട്ടിയിട്ട് അതിൻ്റെ അകത്തു നിന്ന് എത്രയാണോ ടാക്സിൻ്റെ അകത്തേക്ക് ഗവൺമെൻറ്റിൻ്റെ അകത്തേക്കോ അടയ്ക്കാനുള്ളതെന്ന് റിക്കവറി ഓഫീസർ കണ്ടുപിടിച്ച് റിക്കവറി ചെയ്തെടുക്കുന്നു. അതിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ടാക്സ് റിക്കവറി ഓഫീസർ മേ പ്രിപ്പയർ എ സർട്ടിഫിക്കറ്റ് സ്പെസിഫൈയിങ് ദ എമൗണ്ട് ഡ്യൂ ഫ്രം ദ അസസി യൂസിങ് എനി വൺ ഓഫ് ദ മോഡ് ഗിവൺ ബിലോ. ഹി റിക്കവർ ദ എമൗണ്ട് ഫ്രം ദ അസസി എന്ന് വെച്ചാൽ അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ ഓഫ് അസസീസ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അങ്ങനത്തെ ഇതെടുക്കുന്നു. അല്ലെങ്കിൽ അസറ്റ് ഓഫ് ദ അസസി ആൻഡ് ഹിസ് ഡിറ്റൻഷൻ ഈസ് പ്രിസൈൻ, അപ്പോയിൻറ്റിങ് എ റിസൈവർ ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ അസസീസ് പ്രോപ്പർട്ടി. ഈ രീതിയിലായിരിക്കും ഒന്നെങ്കിൽ റിക്കവറി ചെയ്തെടുക്കുന്നത്. ഇനി റിക്കവറി അതർ മോഡിൽ റിക്കവറി ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ റിക്കവറി ഫ്രം സാലറിയുടെ ബേസിലാണെങ്കിൽ, ഇപ്പം എനിക്ക് മാസം സാലറി കിട്ടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ ഇപ്പോൾ 2,50,000 രൂപയ്ക്ക് മുകളിലാണ് നമുക്ക് സാലറി എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ടാക്സ് കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ഈ പറയുന്ന എക്സംഷൻസ് ലിമിറ്റിനേക്കാൾ മുകളിൽ, ഇപ്പോൾ 2,50,000 മുകളിലാണ് എൻ്റെ ടാക്സ്. അപ്പം സാലറി തന്നെ അത്രയുമാണ് വരുന്നത്. അപ്പം ഞാൻ എന്തോ ചെയ്യും, ഞാൻ ഈ പറയുന്ന ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കണമായിരുന്നു, പക്ഷേ ഞാൻ അടച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പറയുന്ന അസസിങ് ഓഫീസർ അയാൾ ഈ പറയുന്ന എംപ്ലോയർ, അതായത് എൻ്റെ എംപ്ലോയറിൻ്റെ എൻ്റെ എംപ്ലോയറിനെ കോണ്ടാക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ ശമ്പളത്തിനു ടാക്സ് എത്രയാണോ കൊടുക്കേണ്ടത് അത്രയും തുക നമ്മൾ പിടിക്കാൻ പറയുന്നു. പിടിച്ചിട്ട് ഈ പറയുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നേരിട്ട് അടയ്ക്കാൻ ഓർഡർ കൊടുക്കുന്നു. അതിനെയാണ് റിക്കവറി ഫ്രം സാലറി എന്ന് പറയുന്നത്.
എന്ന് വെച്ചാൽ ഇഫ് ദ അസസി ഹാസ് ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് സാലറീസ് ദ അസസി ഓഫീസർ ഓർ ടാക്സ് റിക്കവറി ഓഫീസർ മേ റിക്വയർ ദ എംപ്ലോയർ ടു ഡിഡക്റ്റ് ഫ്രം എനി എമൗണ്ട് പേയബിൾ ടു ദ അസസി. ഇതെന്ന് വെച്ചാൽ റിക്കവറി ഫ്രം സാലറി എന്ന് പറയുന്ന സെക്ഷൻ 226 വരുന്നത്, സബ് സെക്ഷൻ 2. ഇനി അടുത്തതെന്ന് പറയുന്നത് റിക്കവറി ഫ്രം ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് റിക്കവറി ചെയ്യുന്നത് സെക്ഷൻ 226 സബ് സെക്ഷൻ 3 പ്രകാരം ഇത് വരുന്നത്. ടാക്സ് റിക്കവറി ഓഫീസർ മേ റിക്വയർ എനി പേഴ്സൺ ഹു ഹോൾഡ് മണി ഫോർ ദ അസസി ഇഷ്യൂ എ നോട്ടീസ് ഇൻ റിട്ടേൺ ടു പേ ടു ഓൾ അസസിംഗ് ഓർ ടാക്സ് റിക്കവറി ഓഫീസർ ഇത് എമൗണ്ട് ഡ്യൂ ബൈ ദ അസസി ഇൻ റെസ്പെക്റ്റ് ഓഫ് കേസസ് ഓഫ് ടാക്സ് ഫൈൻസ് ഓർ പെനാലിറ്റീസ് എക്സെട്ര. ഇതെന്ന് വെച്ചാൽ സെക്ഷൻ 226 സബ് സെക്ഷൻ 3 പ്രകാരമാണ് ഒരു അസസി അയാൾ ആർക്കെങ്കിലും കടം കൊടുത്തു, ഒരു അസസി അയാൾ ആർക്കെങ്കിലും കടം കൊടുത്തു. എക്സാമ്പിൾ, ഞാനിപ്പോൾ അസസിയാണെന്ന് വിചാരിച്ചു. അപ്പം ഞാനിപ്പം ഒരാൾക്ക് കടം കൊടുത്തു. അപ്പം ആൾ എൻ്റെ ഡെപ്റ്ററാണ്. അപ്പം ഞാൻ കുറച്ച് തുക ടാക്സിൻ്റെ അകത്തുനിന്ന് അടയ്ക്കാനുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന ടാക്സ് റിക്കവറി ഓഫീസർ അയാൾ എൻ്റെ ഡെപ്റ്ററായ മറ്റേ ആളിനെ കോണ്ടാക്റ്റ് ചെയ്തു. ഇപ്പം മറ്റേ ആൾ എനിക്ക് കുറച്ച് പൈസ ഉണ്ടല്ലോ. അപ്പോൾ ആ പൈസ ടാക്സിൻ്റെ അകത്തേക്ക് എത്രയാണോ ഞാൻ ടാക്സിൽ കൊടുക്കേണ്ട തുക, ഇത്രയും ഡെപ്റ്റർ എന്ന നിലയിൽ അയാളുടെ കയ്യിൽ കാണും. ഇപ്പോൾ ടാക്സ് റിക്കവറി ഓഫീസർ ടാക്സ് എന്ന നിലയിൽ അതങ്ങ് വാങ്ങും. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കൊരു 25,000 രൂപ തരാനുണ്ട്. പക്ഷേ ടാക്സ് ഇനത്തിൽ ഞാനൊരു 20,000 അടയ്ക്കാനുള്ളെങ്കിൽ ആ ടാക്സ് റിക്കവറി ഓഫീസർ ഡെപ്റ്ററിൻ്റെ കയ്യിൽ നിന്നും, അതായത് മറ്റേ ആളുടെ കയ്യിൽ നിന്നും ഈ 20,000 രൂപയെ വാങ്ങിക്കത്തുള്ളൂ. ഒരിക്കലും ഇപ്പോൾ 25,000 രൂപ വാങ്ങിക്കത്തില്ല. എത്രയാണോ ഡെപ്റ്ററിൻ്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യാൻ പറ്റുന്നത് അത്രയും തുക കളക്ട് ചെയ്യും ടാക്സ് റിക്കവറി ഇനത്തിൽ. അതാണ് ഡെപ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി റിക്കവറി ഫ്രം കോർട്ട്, അത് സെക്ഷൻ 226 പറയുന്നത്. ഇത് കോടതി മുഖേന. ഇഫ് എനി മണി ബിലോങ് ടു ദ അസസി ഈസ് അണ്ടർ ദ കസ്റ്റഡി ഓഫ് എ കോർട്ട് ദ ടാക്സ് റിക്കവറി ഓഫീസർ മേ അപ്ലൈ ടു ദ കോർട്ട്. എന്ന് വെച്ചാൽ കോടതി മുഖേന അസസി എന്ന നിലയിൽ എന്തെങ്കിലും കുറച്ച് തുക കോടതിയുടെ കൈവശമുണ്ടെങ്കിലും കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ടാക്സ് റിക്കവറി ഓഫീസർ കോടതിയെ സമീപിച്ചിട്ട് കോടതി മുഖാന്തരം ആ എമൗണ്ട് ആ ടാക്സ് ഇനത്തിലേക്ക് ആ തുക വാങ്ങുന്നതിനെയാണ് റിക്കവറി ഫ്രം ടാക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് റിക്കവറി ഫ്രം മൂവബിൾ പ്രോപ്പർട്ടി. മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ബൈ സെയിൽ ഓഫ് ഹിസ് മൂവബിൾ പ്രോപ്പർട്ടി, മൂവ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി. ഇപ്പോൾ കാറോ എന്തെങ്കിലും വെഹിക്കിൾസോ നമുക്ക് വിൽക്കാൻ പറ്റുന്നത്, വിറ്റിട്ട് ആ കിട്ടുന്ന പൈസ ടാക്സ് റിക്കവറി ഓഫീസർ തൻ്റെ ടാക്സ് ഇനത്തിലേക്ക് എടുക്കുകയും ചെയ്യുന്നു. ഞാൻ കൊടുക്കേണ്ട ടാക്സ് എത്രയാണോ അത്രയും അവർ ഈ പറയുന്ന മൂവബിളായിട്ടുള്ള പ്രോപ്പർട്ടി വിറ്റ് കിട്ടുന്ന തുകയിൽ നിന്നും ഞാൻ കൊടുക്കേണ്ട ടാക്സ് മൊത്തം ഈ ടാക്സ് റിക്കവറി ഓഫീസർ അങ്ങ് എടുക്കുന്നതിനെയാണ് റിക്കവറി ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി റിക്കവറി ത്രൂ സ്റ്റേറ്റ് ഗവൺമെൻറ്. റിക്കവറി ത്രൂ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുമ്പം സ്റ്റേറ്റ് ഗവൺമെൻറ് മുഖേനയാണെങ്കിൽ if the recovery of tax in any areas has been entrusted to the state government may direct that tax shall be recovered in the same manner as the multiple tax or local tax of the government are recovered. സ്റ്റേറ്റ് ഗവൺമെൻറ് മുഖേനയാണെങ്കിൽ ഇപ്പം മുനിസിപ്പൽ ടാക്സ്, വീട്, കരം ഒക്കെ വില്ലേജ് ഓഫീസർ അവർ മുഖേനയാണല്ലോ നമ്മൾ കളക്ട് ചെയ്യുന്നത്. അതുപോലെ
ചില കേസുകളിൽ ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടപെട്ടിട്ട് എങ്ങനെയാണോ ലോക്കൽ ടാക്സ് കളക്ട് ചെയ്യുന്നത് ആ രീതിയിൽ വേണമെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള ടാക്സ് റിക്കവറി ഓഫീസറിന് കളക്ട് ചെയ്ത് എടുക്കാം സ്റ്റേറ്റ് ഗവൺമെൻറ് മുഖേന. പിന്നെ റിക്കവറി ഓഫ് ടാക്സ് ഇൻ പേഴ്സൺ ഓഫ് എഗ്രിമെൻറ്റ് വിത്ത് ഫോറിൻ കൺട്രീസ്. റിക്കവറി ഓഫ് ടാക്സ് ഇൻ പ്രസൻസ് വിത്ത് ഫോറിൻ കൺട്രീസ്. ഒരു വിദേശത്തുള്ള ഒരു വ്യക്തി, അയാൾ ഇപ്പം റഷ്യയിലെ ഒരു പൗരൻ ഇന്ത്യയിൽ വരികയും ഇന്ത്യയിൽ കുറച്ച് എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടത്തി അതുമായി ബന്ധപ്പെട്ട് അയാൾക്ക് എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്തു. ആ ഇൻകത്തിന് ഇന്ത്യൻ ഗവൺമെൻറ് ടാക്സ് അടയ്ക്കാവും. അപ്പം ഒരു റഷ്യയിലെ ഒരു പൗരന് ഇന്ത്യയിൽ വരികയും ഇന്ത്യയിൽ കുറച്ച് എന്തെങ്കിലും ട്രാൻസാക്ഷൻസൊക്കെ നടത്തി അതുവഴി ബന്ധപ്പെട്ട് അയാൾക്ക് എന്തെങ്കിലും ഈ ഇൻകമൊക്കെ അയാൾ ഏൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ആ ഇൻകത്തിന് ഇന്ത്യ ഗവൺമെൻറ് ടാക്സ് അടയ്ക്കുക വേണ്ടത്. പക്ഷേ അയാൾ ടാക്സ് അടച്ചിട്ടില്ല. അയാൾ തിരിച്ച് റഷ്യയിലേക്ക് പോയി. അയാളിൽ നിന്ന് നമുക്ക് ടാക്സ് റിക്കവർ ചെയ്ത് എടുക്കണം. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റും റഷ്യൻ ഗവൺമെൻറ്റും തമ്മിലൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടും. എന്നിട്ട് ഈ റഷ്യ ഗവൺമെൻറ് ഒരു ഫോറിൻ കൺട്രി ആണല്ലോ, അപ്പോൾ അവരൊരു സർട്ടിഫിക്കറ്റ് നമ്മുടെ ഇന്ത്യയിലുള്ള ബോർഡിന് ഇപ്പം നിങ്ങൾ ഞങ്ങളുടെ പൗരൻ്റെ കയ്യിൽ നിന്നും ടാക്സ് റിക്കവർ ചെയ്തു കൊള്ളൂ എന്നുള്ള ഒരു പെർമിഷനോട് കൂടി ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് പെർമിഷൻ കൊടുക്കുകയും അതിൻ്റെ അനന്തരഫലമായിട്ട് ഈ പറയുന്ന ടാക്സ് റഷ്യൻ പൗരൻ്റെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഇന്ത്യയിലുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ നിന്നും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് കണ്ടെത്താവുന്നതും ഉള്ളു. അല്ലെങ്കിൽ ഇതെന്ന് വെച്ചാൽ നേരെ തിരിച്ചും വരാം. ഇപ്പോൾ റഷ്യയിലുള്ള അയാളുടെ പ്രോപ്പർട്ടിയിൽ നിന്നും ടാക്സ് കണ്ടെത്തിയിട്ടു ഈ പറയുന്ന റഷ്യൻ ഗവൺമെൻറ് ഇന്ത്യൻ ഗവൺമെൻറ്റിന് കൈമാറുന്നു. തിരിച്ച് സംഭവിക്കുന്നത് ഇപ്പം നമ്മുടെ ഒരു ഇന്ത്യൻ പൗരന് ഈ പറയുന്ന റഷ്യയിൽ പോയിട്ട് അവിടെ ടാക്സ് കൊടുക്കാതെ അയാൾ ഇങ്ങോട്ട് മുങ്ങി. അപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നെങ്കിൽ ഉടനെ ഈ ഫോറിൻ ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ കോണ്ടാക്റ്റ് ചെയ്യും. ഇന്ത്യൻ ഗവൺമെൻറ് റിക്കവറി ഓഫീസറിനോട് അത് പറയും. അങ്ങനെ ടാക്സ് റിക്കവറി ഓഫീസർ നമ്മുടെ ഇന്ത്യൻ പൗരൻ്റെ കയ്യിൽ നിന്നും ടാക്സ് റിക്കവർ ചെയ്തിട്ട് ഇന്ത്യൻ ബോർഡിന് കൊടുക്കുന്നു. ബോർഡ് അത് ഫോറിൻ കൺട്രിക്ക് കൊടുക്കുന്നു. അതാണ് ഈ ഫോറിൻ വഴിയുള്ളത്. ഇനി അടുത്തത് റിക്കവറി ഓഫ് പെനാലിറ്റി, ഫൈൻസ്, ഇൻകം ഓർ അതർ സമ്മ്, ഇൻട്രസ്റ്റ്, അതർ സമ്മൊക്കെ വരുന്നത് സെക്ഷൻ 229 അതെന്ന് പറയുന്നത് അസസ്സിങ് എന്തെങ്കിലും ഫൈനോ പെനാലിറ്റിയോ ഇൻട്രസ്റ്റോ ഈ പറയുന്ന ഏതെങ്കിലും ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാനുണ്ടെങ്കിൽ എങ്ങനെയാണോ ടാക്സ് റിക്കവർ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ റിക്കവറി ചെയ്ത് ഗവൺമെൻറ്റിനു അയാളുടെ പറ്റിൽ വാങ്ങുന്നതായിരിക്കും. Any sum imposed by the way of interest, fines, penalty or other sums payable under the provision of Act shall be recovered in the same manner as the assessee of the tax are recovered. ഇനി അടുത്തത് റിക്കവറി ബൈ സ്യൂട്ട് ഇൻ എ കോർട്ട് ഓഫ് ലോ. ഇനി കോടതിയിൽ നമുക്ക് കേസ് കൊടുത്തിട്ട് നമുക്ക് ടാക്സ് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ദ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് എ സ്യൂട്ട് ഫോർ ദ റിക്കവറി ഓഫ് ദ ഏരിയാസ് ഡ്യൂ ടു ഫ്രം ദ അസസ്. എന്ന് വെച്ചാൽ ഇയാളുടെ ടാക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇയാൾക്ക് എതിരെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയെങ്കിലും നമുക്ക് ഒരുപാട് അരിയേഴ്സ് ഉണ്ടെങ്കിൽ അസസ്സിക്ക് എതിരെ കേസ് കൊടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ് ആ ടാക്സ് നേടിയെടുക്കുകയും ചെയ്യുന്നു. ഇതാണ് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക്
ടാക്സസ് എങ്ങനെയൊക്കെ റിക്കവറി ചെയ്യാം? റിക്കവറി ഫ്രം സാലറി, റിക്കവറി ഫ്രം ഡെപ്റ്റേഴ്സ്, റിക്കവറി ഫ്രം കോർട്ട്, റിക്കവറി ഫ്രം മൂവബിൾ പ്രോപ്പർട്ടി, റിക്കവറി ത്രൂ സ്റ്റേറ്റ് ഗവൺമെൻറ്, റിക്കവറി ഫ്രം ടാക്സ് ഇൻ പ്രസൻസ് ഓഫ് എഗ്രിമെൻറ്റ് വിത്ത് ഫോറിൻ കൺട്രീസ്, റിക്കവറി ഓഫ് പെനാലിറ്റി, ഫൈൻ, ഇൻട്രസ്റ്റ് ആൻഡ് അതർ സമ്മ്, റിക്കവറി ബൈ സ്യൂട്ട് ഇൻ എ കോർട്ട് ഫോർ ലോയർ. ഇങ്ങനെ പല സെക്ഷൻസ് വഴി നമുക്ക് ടാക്സ് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും.